ദൈവം ശക്തിയിലും മഹത്വത്തിലും വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അകലെ, തൊട്ടുകൂടാത്ത മഹത്വത്താൽ ചുറ്റപ്പെട്ട ഒരു സിംഹാസനത്തിൽ. എന്നാൽ ഇന്ന് രാത്രി മുകളിലെ മുറിയിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സുവിശേഷം നിത്യതയിൽ പ്രതിധ്വനിക്കുന്ന ഒരു ഞെട്ടൽ നമുക്ക് നൽകുന്നു. ദൈവം മുട്ടുകുത്തുന്നു. ദൈവം സേവിക്കുന്നു. ദൈവം കാലുകൾ കഴുകുന്നു. പ്രതിധ്വനി ആഴമേറിയതാകുന്നു. പൗലോസ് അപ്പോസ്തലൻ മന്ത്രിക്കുന്നതുപോലെ അവൻ തന്നെ ശൂന്യനാക്കി ഒരു അടിമയുടെ രൂപം സ്വീകരിച്ചു. നിർബന്ധിതനായില്ല. അപമാനിക്കപ്പെട്ടില്ല. എന്നാൽ സ്വതന്ത്രമായി, സ്നേഹപൂർവ്വം അവൻ ഇറങ്ങുന്നു. സ്വന്തക്കാരെ സ്നേഹിച്ചിട്ട് അവസാനം വരെ അവരെ സ്നേഹിച്ചു. കാലാവസാനം വരെയല്ല, പക്ഷേ സ്നേഹത്തിന്റെ അങ്ങേയറ്റം വരെ. സ്വയം ദാനം ചെയ്യുന്നതിന്റെ അവസാന തുള്ളി വരെ. ഈ സ്നേഹം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഇടിമുഴക്കത്തിലല്ല. അത്ഭുതങ്ങളില്ല. പ്രദർശിപ്പിച്ചിരിക്കുന്ന അധികാരത്തിലല്ല. പക്ഷേ ഒരു തടത്തിൽ. വെള്ളത്തിൽ. അരയിൽ കെട്ടിയ ഒരു തൂവാലയിൽ. ഏറ്റവും താഴ്ന്ന ദാസന്റെ പ്രവൃത്തി. അവൻ എല്ലാം അറിയാം. ഒറ്റപ്പെടൽ അടുത്തിരിക്കുന്നുവെന്ന് അവനറിയാം. നിഷേധിക്കൽ വരുമെന്ന് അവനറിയാം. ഉപേക്ഷിക്കൽ ഉറപ്പാണെന്ന് അവനറിയാം. എന്നിട്ടും അവൻ മുട്ടുകുത്തുന്നു. അവൻ എല്ലാ കാലും കഴുകുന്നു. അവനെ വിട്ടുപോകുന്നവന്റെ പോലും. ഇത് ഉപാധികളില്ലാത്ത സ്നേഹമാണ്. കണക്കുകൂട്ടലുകളില്ലാത്ത സ്നേഹം. ഒഴിവാക്കലുകളില്ലാത്ത സ്നേഹം. ദാസരാജൻ കുനിഞ്ഞു. ആ താഴ്ത്തലിൽ ദൈവത്തിന്റെ ഉയരം വെളിപ്പെടുത്തുന്നു. പ്രതിധ്വനി മാറുന്നു. അതേ മേശയിൽ അവൻ അപ്പം എടുക്കുന്നു. അത് മുറിക്കുന്നു. നൽകുന്നു. ഇത് എന്റെ ശരീരമാണ്. അവൻ പാനപാത്രം എടുക്കുന്നു. ഇത് എന്റെ രക്തമാണ്. മുട്ടുകുത്തുന്നവൻ ഇപ്പോൾ തന്നെ നൽകുന്നു. പുറത്തുനിന്ന് നമ്മെ ശുദ്ധീകരിക്കാൻ മാത്രമല്ല, നമ്മിൽ ജീവനാകാനും. യൂക്കറിസ്റ്റ്. സ്നേഹം സ്പർശിക്കാവുന്നതാണോ? സ്നേഹം സ്വീകരിക്കാവുന്നതാണോ? സ്നേഹം നമ്മോടൊപ്പം ഒന്നാക്കി. പ്രതിധ്വനി ഒരു ചോദ്യമായി മാറുന്നു. എനിക്ക് എങ്ങനെ അവനെ സ്വീകരിക്കാൻ കഴിയും? അവനെപ്പോലെയാകാൻ വിസമ്മതിക്കാൻ കഴിയും? ഈ കൈകൾക്ക് അവന്റെ ശരീരം എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? അവന്റെ ശരീരത്തെ സേവിക്കാൻ വിസമ്മതിക്കാനും. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. ഈ വാക്കുകളോടെ എല്ലാം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. യൂക്കറിസ്റ്റ് തുടരണം. അവന്റെ സാന്നിധ്യം നിലനിൽക്കണം. അവന്റെ സ്നേഹം അപ്രത്യക്ഷമാകരുത്. അങ്ങനെ പൗരോഹിത്യം ജനിക്കുന്നു. ശക്തിയായിട്ടല്ല, പക്ഷേ സേവനമായി. അപ്പം ഉയർത്തുന്ന കൈകൾ. കാലുകൾ കഴുകാനും വളയണം. അല്ലെങ്കിൽ പ്രതിധ്വനികൾ തകർന്നു. ഇവിടെ പ്രതിധ്വനികൾ അസ്വസ്ഥതയുണ്ടാക്കുന്നു. കാരണം നമ്മൾ സത്യസന്ധമായി ചോദിക്കണം. നമ്മൾ ഇത് ജീവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പതുക്കെ ടവൽ മാറ്റി പകരം വയ്ക്കുകയാണോ? ആശ്വാസത്തോടെ. ചിലപ്പോൾ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നു. പക്ഷേ മറ്റെന്തെങ്കിലും ജീവിക്കുന്നു. നമ്മൾ സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നു. വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക്. ആശ്വാസത്തിന് ആശ്വാസം. എന്നാൽ ക്രിസ്തു പൊടി നിറഞ്ഞ വഴികളിലൂടെ നടന്നു. അവൻ മുട്ടുകുത്തി. അവൻ മുറിവുകളിൽ തൊട്ടു. അവൻ ഇറങ്ങിവരാൻ മടിച്ചില്ല. തൂവാലയില്ലാത്ത പൗരോഹിത്യം ശക്തിയായി മാറുന്നു. തൂവാലയുള്ള പൗരോഹിത്യം ക്രിസ്തുവായി മാറുന്നു. പുരോഹിതന്മാർ മാത്രമല്ല, നമ്മളെല്ലാവരും. ഭാഷ, സംസ്കാരം, പാരമ്പര്യം, നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നു എന്നതുപോലും. എന്നാൽ യഥാർത്ഥ വിഭജനം കൂടുതൽ ആഴമേറിയതാണ്. നമ്മൾ പങ്കിടുന്നത് നിർത്തുമ്പോൾ. നമ്മൾ നൽകുന്നത് നിർത്തുമ്പോൾ. മറ്റുള്ളവർക്കുവേണ്ടി സ്വയം മുറിക്കുന്നത് നിർത്തുമ്പോൾ. കാരണം കുർബാന അപ്പം വിഭജിക്കപ്പെടുന്നില്ല. അത് ജീവിതം വിഭജിക്കപ്പെട്ടതാണ്. അങ്ങനെ എല്ലാവരും ജീവിക്കട്ടെ. എന്നിട്ടും നമ്മൾ പലപ്പോഴും അധികമുള്ളത് മാത്രമേ നൽകുന്നുള്ളൂ. ക്രിസ്തു എല്ലാം നൽകുന്നു. പ്രതിധ്വനി പത്രോസിലേക്ക് മടങ്ങുന്നു. കർത്താവേ, നീ ഒരിക്കലും എന്റെ പാദങ്ങൾ കഴുകുകയില്ല. അത് എളിമ പോലെ തോന്നുന്നു. പക്ഷേ അത് പ്രതിരോധമാണ്. കാരണം നമ്മൾ നമ്മെക്കാൾ ഒരു ദൈവത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു ദൈവത്തെയല്ല. എന്നാൽ യേശു പറയുന്നു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം ഒരു പങ്കുമില്ല. നമ്മെ സ്നേഹിക്കാൻ നാം അവനെ അനുവദിക്കണം. നമ്മെ ശുദ്ധീകരിക്കാൻ അവനെ അനുവദിക്കുക. നമ്മുടെ ഒളിത്താവളങ്ങളെ സ്പർശിക്കാൻ അവനെ അനുവദിക്കുക. ചിലപ്പോൾ ഏറ്റവും ആഴമേറിയ അഹങ്കാരം ഇതാണ്.
സ്നേഹിക്കപ്പെടാൻ വിസമ്മതിക്കുക. കുളിച്ചവൻ കാലുകൾ കഴുകിയാൽ മതി. അതെ, നമ്മൾ അവന്റേതാണ്. പക്ഷേ വഴിപ്പൊടി അവശേഷിപ്പിക്കുന്നു. ചെറിയ പൊടി. അഹങ്കാരം, കോപം, അസൂയ, നിസ്സംഗത. ദാവീദ് നിലവിളിച്ചതുപോലെ, എന്നെ കഴുകൂ, എന്നെ ശുദ്ധീകരിക്കൂ. പൊടി നിലവിളിക്കുന്നില്ല, പക്ഷേ അത് ഉറച്ചുനിൽക്കുന്നു. പതുക്കെ അത് വെളിച്ചത്തെ മങ്ങിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മടങ്ങുന്നത്, വീണ്ടും വീണ്ടും കഴുകപ്പെടാൻ. പിന്നെ പ്രതിധ്വനി ഒരു കൽപ്പനയായി മാറുന്നു. ഞാൻ ചെയ്തപോലെ ചെയ്യുക. വർഷത്തിലൊരിക്കൽ അല്ല, പക്ഷേ ഒരു ജീവിതം പോലെ. ഒരു ലളിതമായ കഥയുണ്ട്. ഒരിക്കൽ ഒരു പുരുഷൻ തന്റെ ഭാര്യ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു. അവൾ വാക്കുകൾ അപൂർവമായി മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും അവൾ പാചകം ചെയ്തു, പരിപാലിച്ചു, വിശ്വസ്തയായി, നിശബ്ദമായി സേവിച്ചു. അവൻ മനസ്സിലാക്കി, എല്ലായ്പ്പോഴും സ്നേഹം ഉണ്ടായിരുന്നു. വാക്കുകളില്ല, പ്രവൃത്തിയിലാണ്. ഇന്ന് രാത്രി യേശു അതാണ് ചെയ്യുന്നത്. അവൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നില്ല. അവൻ അത് ഒരു തൂവാല കൊണ്ട്, അപ്പത്തിനൊപ്പം, സ്വന്തം ജീവിതം കൊണ്ട് പറയുന്നു. ചിലപ്പോൾ നമ്മൾ കുട്ടികളെപ്പോലെയാണ്. പ്രധാനമായി തോന്നുന്ന കാര്യങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് നഷ്ടപ്പെടുന്നു. നാം ശബ്ദത്തിലേക്കും രൂപത്തിലേക്കും ബാഹ്യകാര്യങ്ങളിലേക്കും നോക്കുന്നു. എന്നാൽ ഹൃദയം ഇവിടെയാണ്. മുട്ടുകുത്തുന്ന ദൈവം, കൊടുക്കുന്ന ദൈവം, അതുതന്നെ ചെയ്യാൻ നമ്മെ ക്ഷണിക്കുന്ന ദൈവം. പ്രതിധ്വനി ഒരിക്കൽ കൂടി തിരിച്ചുവരുന്നു. ഞാൻ നിങ്ങൾക്കുവേണ്ടി എന്താണ് ചെയ്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ അത് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? യഥാർത്ഥ ശിഷ്യനെ അറിവുകൊണ്ടോ ശക്തികൊണ്ടോ സ്ഥാനം കൊണ്ടോ അറിയുന്നില്ല. എന്നാൽ ഇതിലൂടെ മുട്ടുകുത്താനുള്ള സന്നദ്ധത, അംഗീകാരമില്ലാതെ സേവിക്കാൻ, കണക്കില്ലാതെ ക്ഷമിക്കാൻ, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ. വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ, സ്നേഹത്തിന്റെ അളവ് അളവില്ലാതെ സ്നേഹിക്കുക എന്നതാണ്. ഇപ്പോൾ പ്രതിധ്വനി നിലകൊള്ളുന്നു. ഇന്ന് രാത്രി ഓർമ്മിക്കുക മാത്രമല്ല, അത് മാറുന്നതിനെക്കുറിച്ചാണ്. മുട്ടുകുത്തുന്നവനാകുക, കൊടുക്കുന്നവനാകുക, മറ്റുള്ളവർക്കുവേണ്ടി സ്വയം തകർക്കുന്നവനാകുക. കാരണം ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശ്യം ഇതാണ്. കൊടുക്കുക, വീണ്ടും കൊടുക്കുക, എല്ലാം കൊടുക്കുക. അധികമായതിൽ നിന്നല്ല, നാം ആരാണെന്നതിൽ നിന്നാണ്. കർത്താവായ യേശു എന്നെ കഴുകുകൊരു ലളിതമായ കഥയുണ്ട്. ഒരിക്കൽ ഒരു പുരുഷൻ തന്റെ ഭാര്യ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു. അവൾ വാക്കുകൾ അപൂർവമായി മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും അവൾ പാചകം ചെയ്തു, പരിപാലിച്ചു, വിശ്വസ്തയായി, നിശബ്ദമായി സേവിച്ചു. അവൻ മനസ്സിലാക്കി, എല്ലായ്പ്പോഴും സ്നേഹം ഉണ്ടായിരുന്നു. വാക്കുകളില്ല, പ്രവൃത്തിയിലാണ്. ഇന്ന് രാത്രി യേശു അതാണ് ചെയ്യുന്നത്. അവൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നില്ല. അവൻ അത് ഒരു തൂവാല കൊണ്ട്, അപ്പത്തിനൊപ്പം, സ്വന്തം ജീവിതം കൊണ്ട് പറയുന്നു. ചിലപ്പോൾ നമ്മൾ കുട്ടികളെപ്പോലെയാണ്. പ്രധാനമായി തോന്നുന്ന കാര്യങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് നഷ്ടപ്പെടുന്നു. നാം ശബ്ദത്തിലേക്കും രൂപത്തിലേക്കും ബാഹ്യകാര്യങ്ങളിലേക്കും നോക്കുന്നു. എന്നാൽ ഹൃദയം ഇവിടെയാണ്. മുട്ടുകുത്തുന്ന ദൈവം, കൊടുക്കുന്ന ദൈവം, അതുതന്നെ ചെയ്യാൻ നമ്മെ ക്ഷണിക്കുന്ന ദൈവം. പ്രതിധ്വനി ഒരിക്കൽ കൂടി തിരിച്ചുവരുന്നു. ഞാൻ നിങ്ങൾക്കുവേണ്ടി എന്താണ് ചെയ്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ അത് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ? യഥാർത്ഥ ശിഷ്യനെ അറിവുകൊണ്ടോ ശക്തികൊണ്ടോ സ്ഥാനം കൊണ്ടോ അറിയുന്നില്ല. എന്നാൽ ഇതിലൂടെ മുട്ടുകുത്താനുള്ള സന്നദ്ധത, അംഗീകാരമില്ലാതെ സേവിക്കാൻ, കണക്കില്ലാതെ ക്ഷമിക്കാൻ, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ. വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ, സ്നേഹത്തിന്റെ അളവ് അളവില്ലാതെ സ്നേഹിക്കുക എന്നതാണ്. ഇപ്പോൾ പ്രതിധ്വനി നിലകൊള്ളുന്നു. ഇന്ന് രാത്രി ഓർമ്മിക്കുക മാത്രമല്ല, അത് മാറുന്നതിനെക്കുറിച്ചാണ്. മുട്ടുകുത്തുന്നവനാകുക, കൊടുക്കുന്നവനാകുക, മറ്റുള്ളവർക്കുവേണ്ടി സ്വയം തകർക്കുന്നവനാകുക. കാരണം ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശ്യം ഇതാണ്. കൊടുക്കുക, വീണ്ടും കൊടുക്കുക, എല്ലാം കൊടുക്കുക.
അധികമായതിൽ നിന്നല്ല, നാം ആരാണെന്നതിൽ നിന്നാണ്. കർത്താവായ യേശു എന്നെ കഴുകുക വീണ്ടും, എന്റെ പാദങ്ങൾ മാത്രമല്ല, എന്റെ ഹൃദയവും എന്റെ മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളും. നിന്റെ ശരീരം കൊണ്ട് എന്നെ പോറ്റണമേ, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ രൂപപ്പെടുത്തണമേ. എന്നെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അയക്കണമേ. മുട്ടുകുത്താൻ എന്നെ പഠിപ്പിക്കണമേ, സ്നേഹിക്കാൻ, സേവിക്കാൻ. അങ്ങനെ ഈ പ്രതിധ്വനി, നിന്റെ പ്രതിധ്വനി, എന്റെ ജീവിതത്തിലുടനീളം തുടരട്ടെ. കാരണം കഴുകപ്പെടാൻ വിസമ്മതിക്കുന്നവൻ നിങ്ങളുടേതല്ല. മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകാൻ വിസമ്മതിക്കുന്നവൻ ഇതുവരെ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല.